നമുക്കിനി രാഹുലിലേക്ക് കൂടി ഒന്ന് പോയാലോ. രാഹുലിന്റെ അവിടെ സമാധാനമാണ്. സമാധാനത്തോടെ ദീപാലങ്കാരങ്ങളൊക്കെ ആസ്വദിച്ച് നടക്കുന്ന മനുഷ്യരെയാണ് രാഹുലിന്റെ അവിടെ കാണുന്നത്. സെലിബ്രേഷൻ ആണ് അവിടെ. രാഹുൽ, അവിടെ പാട്ടും മേളങ്ങളൊക്കെ ഇല്ലേ? നിലവിലിവിടെ കൊട്ടുമേളങ്ങളും ഇല്ല, ഇവിടെ കാഴ്ചകളാണുള്ളത്. കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന വിസ്മയത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ആളുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്തായാലും കുറേ അധികം മനുഷ്യർ ഇവിടെയും ഈ ജിബിൻ സ്റ്റൈൽ കണ്ണാടി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ണാടികളൊക്കെ ഉണ്ട്. ശരി, എവിടുന്നാ നിങ്ങൾ? നെയ്യാറ്റിങ്കര. ഇവിടെയാണോ ന്യൂ ഇയർ? എവിടെയാണ് ഇത്? കണ്ണാടി കണ്ണിലോട്ട് നോക്ക്, കാണണ്ടേ? വേണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ന്യൂ ഇയറിന്റെ എന്താ പ്ലാൻ? അടുത്ത വർഷം എന്താ പ്ലാൻ? ഇവിടെയാണോ എന്നും ന്യൂ ഇയർ? ഇവിടെ തന്നെയാണ്. അപ്പൊ അത് തന്നെ ഈ കാഴ്ച കണ്ട് വിശ്രമിക്കുകയാണ് ഇവർ. എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ കാഴ്ചയുടെ മനോഹാരിത. ഇതാ ഒരാൾ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. എന്താ പറഞ്ഞു? ഹാപ്പി ന്യൂ ഇയർ. വേറെ എന്താണ് വിശേഷം? പുതിയ വർഷത്തിൽ എന്താണ് തീരുമാനം? ഇങ്ങോട്ട് എന്താണ് ആലോചിച്ചിട്ട് പറ. ആലോചിക്കണോ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും ഇങ്ങോട്ട് വന്ന് ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുകയാണ്. ഇപ്പം ഇവിടുത്തെ കാഴ്ചയെ കണ്ടോ? ലൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എത്ര മണി വരെ കാണും ഇവിടെ? 10 മണി വരെ. 10 മണി കഴിഞ്ഞ്. അപ്പൊ വീട്ടിൽ പോകാൻ താമസിച്ച. അപ്പം ആകെ നമ്മൾ കൺഫ്യൂഷൻ ആക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിക്കിട്ട്. എന്താ ക്രിസ്മസ് കഴിഞ്ഞറിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങള്? ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. കാഴ്ച കണ്ടു കഴിഞ്ഞോ? അല്ല, ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. എന്താ അടുത്ത വർഷത്തെ പരിപാടി? എന്താ സ്കൂളിൽ പോണം. ഇതുവരെ പോകുന്നില്ലായിരുന്നു സ്കൂളിൽ? ഉണ്ട്. പിന്നെ അല്ല, ഒന്നുമില്ല, പ്രത്യേകം തീരുമാനിച്ചില്ലെന്നാണോ? ശരി, നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. പാട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ശരി, അപ്പോൾ അത് തന്നെയാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. കാഴ്ചയുടെ ഏറ്റവും അവസാനം എത്തുന്ന ഇവിടെയാണ്. അവിടെ എല്ലാവരും കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുകയാണ്. ആ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈബ് പലതരത്തിലാണ്. ഈ പറഞ്ഞ ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ കൊട്ടിയും പാട്ടും പാടുന്ന വൈബ് അല്ല ഇവിടെ. അപ്പുറത്തേക്ക് കാഴ്ച ഒരുക്കുന്ന വൈബാണ്. ആ വൈബിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ദിവീഷ്, രാഹുലെ, വൈബിന് വേണ്ടി ഒരു രണ്ടുപേരും കൂടെ ഒന്ന് പാടിക്കുക, എന്നിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാം. എങ്ങനെയുള്ള പാട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടുത്തെ വൈബ് അനുസരിച്ച് മെലഡികളാണ് മനസ്സിലേക്ക് വരുന്നതാണ്. രാഹുലിന് ഇഷ്ടമുള്ളത് പാടിക്കോ. അവിടെ പാട്ടും മേളൊന്നും വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ തരിയേ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. എന്നാലും ഈ രാത്രി വിടവാങ്ങുമ്പോൾ പിന്നീട് പുലരുന്നത് ഇവർ കാത്തിരിക്കുന്ന മനോഹരമായ 2025 പുലരിയാണ്. എന്തായാലും മനോഹരമായി നിൽക്കുക. കാത്തിരിപ്പിലാണ് ദിനേശ്. രാഹുലും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കൂ. നല്ല ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രാഹുലിലേക്ക് വരാം.